അശ്വതി ഇവരുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്ഥലം വന്ന് ട്രിവാൻഡ്രത്താണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ്. കേരളത്തിൽ എവിടെയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബോക്സിന് 300 രൂപ വെച്ചാണ് ചാർജ് ആകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ ആഴ്ച ബേഡിന് ഉണ്ടാകുന്ന ഒരു രോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെഞ്ചുണക്ക് രോഗം. നെഞ്ചുണക്ക് രോഗത്തിൽ 1-2 ലക്ഷണങ്ങളും കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ ബേഡിൻ്റെ വെയിറ്റ് കുറയുന്നതല്ലാതെ ബേഡ് നമ്മുടെ കേജിലുള്ള തന്നെ വേസ്റ്റ് അധികമായി കഴിക്കുന്നത് കാണാം. വേസ്റ്റായിട്ടുള്ള ഫുഡോ അതിൻ്റെ തന്നെ വേസ്റ്റോ അതെല്ലാം ഇത് കഴിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഇതിൽ തൂങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ ബേഡിൻ്റെ തൂവലെല്ലാം വിടർത്തി ഒരു റൗണ്ട് ഷേപ്പിൽ ഈ ബേഡ് ഇരിക്കുന്നതായിട്ടും കാണാൻ കഴിയും. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 100% ഉറപ്പിക്കാം ഇത് നെഞ്ചുണക്ക് രോഗത്തിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. നെഞ്ചുണക്ക് രോഗത്തിന് ബേഡിന് കൊടുക്കാൻ കഴിയുന്ന മെഡിസിനാണ് ടെട്രാസൈക്ലിൻ. ഈ മെഡിസിൻ വളരെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഈ മെഡിസിന് ഒരു സൈഡ് എഫക്റ്റും കൂടെയുണ്ട്. ഈ ബേഡ്സിന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു മെഡിസിനാണ്. അപ്പോൾ ബേഡിൻ്റെ ഹെൽത്തും അതിൻ്റെ സ്വഭാവം അനുസരിച്ച് ഉപയോഗിക്കേണ്ട രീതി പല ബേഡ്സിനും പല രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ രോഗം കണ്ടു കഴിഞ്ഞാൽ ഞാനുമായി ബന്ധപ്പെടുക. ഞാൻ അതിൻ്റെ മെഡിസിൻ്റെ ഉപയോഗിക്കേണ്ട അളവും രീതികളും ഞാനിവിടെ പറയുന്നില്ല. കാരണം ഓരോ ബേഡ്സിനും അതിൻ്റെ ഹെൽത്തിനനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് ബേഡ്സിന് ഈ മെഡിസിൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ രീതിയിൽ അങ്ങ് ഉപയോഗിക്കും. അപ്പോൾ ബേഡ്സിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരാനോ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറയാത്തത്. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്ന് സെയിലിനായി ആദ്യമായി എത്തിയിരിക്കുന്ന കോക്കട്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ്. 1.5 വയസ്സ് പ്രായമുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ്. അപ്പോൾ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡ് ചെയ്യാൻ പറ്റിയ ഒരു ബേഡാണിത്. വൈറ്റ് ഫേസ് കോക്കട്ടൈൽ ഫീമെയിലും പൈഡ് കോക്കട്ടൈൽ മെയിലുമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പെയറാണിത്. മെയിൽ ബേഡ് നല്ല ഹെവി പൈഡ് ബേഡാണ്. DNA എടുത്തിട്ടില്ല. കോക്കട്ടൈൽസിൻ്റെ ഫേസ് വെച്ച് തന്നെ മെയിലും ഫീമെയിലും വേഗത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നുള്ളത് കൊണ്ടാണ് ഈ പെയറിന് DNA എടുക്കാത്തത്. ഇത് നാച്ചുറലി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു പെയറാണ്. അപ്പോൾ ഈ ബേഡിന് വരുന്ന റേറ്റ് 2500 രൂപയാണ്. രണ്ട് ബേഡും നല്ല ഹെൽത്തിയും നല്ല ക്വാളിറ്റിയുമായിട്ടുള്ള ഒരു ബേഡാണ്. ഈ ബേഡിനെ കണ്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ഒരു പെയറാണ്. ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ലൂട്ടിനോ ഒപ്പലൈൻ പെയറാണിത്. 8 മാസം പ്രായമായ ഒരു പെയറാണിത്. ബോൺ ചെക്ക് ചെയ്ത് മെയിൽ ഫീമെയിൽ കൺഫേമാക്കിയ ഒരു പെയറാണിത്. ഈ ബേഡിനെ വാങ്ങുന്നവർക്ക് കൊണ്ടുപോയി ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ടാക്കാൻ പറ്റിയൊരു പെയറാണിത്. ബേഡ് രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള പെയറാണ്. ബേഡിനെ ആദ്യമായി വാങ്ങിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു പെയറാണിത്. ഈ ബേഡ് ഒരു ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത്. ഈ ബേഡിന് വരുന്ന റേറ്റ് 1200 രൂപയാണ്. ബേഡിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി സെയിലിന് വന്നിരിക്കുന്നത് കോക്കട്ടൈലിൻ്റെ തന്നെ ഒരു പെയറാണ്. 10 മാസം പ്രായമായ ഒരു പെയറാണ്. സിനമൺ കോക്കട്ടൈൽ വൈറ്റ് ഫേസ് പെയറാണ്. ഫ്ലൈയിങ് കേജിലിട്ട് നാച്ചുറലി സെറ്റിൽഡ് ആക്കിയ ഒരു പെയറാണിത്. ബേഡിനെ വാങ്ങുന്നവർക്ക് 2 മാസത്തിനുള്ളിൽ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ടാക്കാൻ പറ്റിയ ഒരു പെയറാണ്. ഈ ബേഡ്സിന് DNA എടുത്തിട്ടില്ല. ഈ ബേഡിന് വരുന്ന റേറ്റ് വെറും 1800 രൂപയാണ്. മാർക്കറ്റ് റേറ്റിൽ നിന്നും വളരെ റേറ്റ് കുറച്ചാണ് ഈ ബേഡിനെ വിൽക്കുന്നത്. വീഡിയോ കാണുന്നവർ നിങ്ങളുടെ പെറ്റ് ലവേഴ്സായ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ബേഡിനെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി സെയിലിന് വന്നിരിക്കുന്നത് കോക്കട്ടൈലിൻ്റെ തന്നെ
ഒരു 10 മാസം പ്രായമായിട്ടുള്ള ഒരു പെയറാണ്. മെയിൽ ബേർഡ് സിനമൺ വൈറ്റ് ഫേസും ഫീമെയിൽ ബേർഡ് വൈറ്റ് ഫേസുമായിട്ടുള്ള ഒരു പെയറാണിത്. ഈ ബേർഡും ഫ്ലൈയിങ് കേജിലിട്ട് പെയർ സെറ്റ് ചെയ്തെടുത്ത ഒരു പെയറാണ്. നല്ല ക്വാളിറ്റിയിലും നല്ല ഹെൽത്തിയിലുമായിട്ട് വന്നിട്ടുള്ള ഒരു പെയറാണ്. ഈ പെയർ ബ്രീഡായി കഴിഞ്ഞാൽ സിനമൺ വൈറ്റ് ഫേസും കിട്ടും, സാദാ വൈറ്റ് ഫേസും കുഞ്ഞുങ്ങളെ കിട്ടും. കോക്കട്ടയിലും ആഫ്രിക്കൻ ലവ് ബേർഡും ബ്രീഡാകുമ്പോൾ മെയിൽ ബേർഡിൻ്റെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും അധികം കിട്ടാറുള്ളത്. ഒരു 4 എഗ്ഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 3 എഗ്ഗും വിരിയുന്നത് മെയിൽ ബേർഡിൻ്റെ ക്വാളിറ്റിയുള്ള ബേർഡുകളായിരിക്കും. ഈ ബേർഡിന് വരുന്ന റേറ്റ് 1800 രൂപയാണ്. അപ്പോൾ ബേർഡിനെ ഇഷ്ടപ്പെട്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേർഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ഒരു ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറും ഒരു സെമി അഡൾട്ട് പെയറുമായിട്ടുള്ള ഒരു ലോട്ടാണ്. ബ്രീഡിംഗ് പെയർ വന്നിട്ട് 1.5 വയസ്സ് പ്രായമുണ്ട്. ഒരു തവണ ബ്രീഡായ ബേർഡാണ്. ഓറഞ്ച് പീച്ച് പൈഡ് മെയിലും അക്കോ പീച്ച് പൈഡ് ഫീമെയിലുമായിട്ടുള്ള ബ്രീഡിംഗ് സെറ്റാണ്. സെമി അഡൾട്ട് പെയറായിട്ട് വന്നിട്ടുള്ളത് ലൂട്ടിനോ ഒപ്പലേനിൻ്റെ തന്നെ 8 മാസം പ്രായമായിട്ടുള്ള ഒരു പെയറാണ്. ഈ 4 ബേർഡും കൂടെ ഒരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത്. ഈ പെയറിന് വരുന്ന റേറ്റ് വെറും 2500 രൂപയാണ്. ആവശ്യക്കാർ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേർഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. ബേർഡിനെ കൊണ്ടുപോകുന്നവർക്ക് ബ്രീഡിംഗ് സെറ്റിന് ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജിലാണ്. അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ തന്നെ മറ്റൊരു പെയറാണ്. ഒരു ബ്രീഡിംഗ് സെറ്റും ഒരു 10 മാസം പ്രായമായിട്ടുള്ള ഒരു പെയറുമാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത്. ഓറഞ്ച് പീച്ച് 10 മാസം പ്രായമായിട്ടുള്ള പെയറാണ്. വയലറ്റ് പീച്ച് 1.5 വർഷം പ്രായമായിട്ടുള്ള ഒരു പെയറും. ബ്രീഡിംഗ് സെറ്റ് ഒരു തവണ ബ്രീഡായിട്ടുള്ള പെയറാണ്. ഈ 4 ബേർഡിനും കൂടെ വരുന്ന റേറ്റ് വെറും 2400 രൂപയാണ്. കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിംഗ് സെറ്റിന് ബ്രീഡ് ചെയ്യാവുന്നതും സെമി അഡൾട്ട് പെയറിന് 2 മാസത്തിന് ശേഷം ബ്രീഡ് ചെയ്യാവുന്നതും പറ്റിയ കണ്ടീഷനിലാണ്. 4 ബേർഡും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേർഡാണ്. ബേർഡിനെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേർഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ പീച്ച് വെറൈറ്റിയും ഫിഷർ വെറൈറ്റിയിലും പെട്ട 6 ബേർഡുകളാണ്. പീച്ച് വെറൈറ്റിയിൽപ്പെട്ട ഓറഞ്ച് പീച്ച് ഒരു പെയറും അടുത്ത ഒരു പെയർ വരുന്നത് പീച്ച് വെറൈറ്റിയിൽപ്പെട്ട തന്നെ അക്കോ പീച്ചും പീച്ച് പൈഡുമായിട്ടുള്ള ഒരു പെയറാണ്. ഫിഷർ വെറൈറ്റിയിൽ വരുന്നത് ഗ്രീൻ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റുമാണ്. ഗ്രീൻ ഫിഷർ 1 വയസ്സ് പ്രായവും മറ്റു ബേർഡുകൾ 8 മാസം പ്രായവുമാണ് വരുന്നത്. ഈ 6 ബേർഡിനും കൂടെ വരുന്ന റേറ്റ് 2400 രൂപയാണ്. അതായത് ഓരോ ബേർഡിനും 400 രൂപ വെച്ചാണ് വരുന്നത്. അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ഷുഗർ ഗ്ലൈഡറിൻ്റെ 2 മാസം പ്രായമായിട്ടുള്ള ഒരു മെയിലും ഫീമെയിലുമായിട്ടുള്ള ഒരു പെയറാണ്. ഈ പെയറിന് വരുന്ന റേറ്റ് വെറും 9000 രൂപയാണ്. ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബേഡ്സിനെ വളർത്തുന്നതിൽ എന്തെങ്കിലും ഡൗട്ടുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്.